ഒരു തിരഞ്ഞെടുപ്പ് കൂടി വിജയിച്ചതോടെ കർണാടകയിൽ കോൺഗ്രസിൻ്റെ ശക്തി വീണ്ടും വിളിച്ചോതിയിരിക്കുകയാണ്. നമുക്കറിയാം, പണ്ട് കാലത്ത് പ്രധാനമായും ഇന്ദിരാഗാന്ധി രാജ്യം ഭരിക്കുന്ന സമയത്ത് അവർക്ക് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ത്യയിലെ സംസ്ഥാനം കർണാടകയായിരുന്നു. ഇന്ദിരാഗാന്ധി ഒരു വിളി വിളിച്ചാൽ കർണാടക തന്നെ ഇളകിപ്പോകുന്ന കാലമുണ്ടായിരുന്നു. അത്രയ്ക്കും കോൺഗ്രസ്സിന് കരുത്തും കർമ്മവീര്യവും നൽകിയിരുന്ന സംസ്ഥാനമാണ് കർണാടക. അതിനിടയിലാണ് ജനതാദളും BJPയും ഒക്കെ വന്ന് കോൺഗ്രസിൻ്റെ ശക്തി ക്ഷയിപ്പിച്ചത്. ഇപ്പോഴിതാ വീണ്ടും കോൺഗ്രസ് അതിശക്തമായി തിരിച്ചു വരുന്ന സമയങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അതായത് ചിക്കമംഗളൂരു നിയമസഭാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഏറ്റവും ശക്തമായ നിലയിൽ 9 വോട്ടിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തോടെ ജയിച്ചിരിക്കുന്നത്. അതായത് സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വീണ്ടും വോട്ടെണ്ണിയതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഗായത്രി ശാന്തേഗൗഡ 9 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തകർപ്പൻ വിജയം നേടിയത്. ഇതോടെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാനായിരുന്ന BJPയുടെ നേതാവ് MK പ്രാണേഷിന് MLC സ്ഥാനം തന്നെ നഷ്ടമായി. നമുക്കറിയാം, കേരളത്തിൽ ഇല്ലാത്ത തരത്തിൽ കർണാടകയ്ക്ക് MLAക്ക് പുറമെ MLC കൂടിയുണ്ട്. വിവിധ മേഖലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെടുന്ന 75 അംഗങ്ങളാണ് MLCയിൽ ഉണ്ടാകുക. പ്രത്യേക നിയമ നിർവഹണത്തിനും നിയമനിർമ്മാണത്തിനും അവർ MLCയെ ഉപയോഗിക്കുമ്പോൾ അതിലെ ഭൂരിപക്ഷം ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ആ MLCയിലാണ് ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമായ ഭൂരിപക്ഷം നേടിയിരിക്കുന്നത്. 2021 ഡിസംബറിൽ നടന്ന ചിക്കമംഗളൂരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിരുന്ന MK പ്രാണേഷ് 6 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് വിജയിച്ചു എന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ ആ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ കൂടി, അതായത് BJP ഭരിക്കുന്നത് കൊണ്ട് BJPയുടെ അംഗങ്ങൾ കൂടി അവിടെ വോട്ട് ചെയ്തു നേടിയ ആ വിജയത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഗായത്രി ശാന്തേഗൗഡ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുകയായിരുന്നു. ഒരു ജനാധിപത്യത്തിൽ വിജയം ഏതു തരത്തിൽ വേണമെന്ന് ഭരിക്കുന്നവർ തീരുമാനിക്കാതെ വോട്ടർമാർ തീരുമാനിക്കുന്ന രീതിയിലേക്ക് വരണമെന്ന് കോടതിയെ അറിയിച്ചപ്പോൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളുടെ വോട്ടുകൾ ഒഴിവാക്കിയ ശേഷം ഹൈക്കോടതി വീണ്ടും വോട്ടെണ്ണലിന് ഉത്തരവിടുകയായിരുന്നു. അപകടമണത്ത BJPയും പ്രാണേഷും സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ആ ഹർജിയാണ് തള്ളിയത്. ജസ്റ്റിസ് SG പണ്ഡിറ്റിൻ്റെ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. അതിനുശേഷമാണ് ചിക്കമംഗളൂരിൽ വീണ്ടും വോട്ടെണ്ണിയത്. അങ്ങനെ 1183 വോട്ടുകളാണപ്പോൾ ഗായത്രിക്ക് നേടാനായത്. അതിനു പുറമെ 1174 വോട്ടുകൾ, അതായത് 9 വോട്ട് കുറച്ച് പ്രാണേഷും നേടി 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. തുടർന്ന് ആ 9 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഗായത്രി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ 75 അംഗ കർണാടക ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഭരണകക്ഷിയായ കോൺഗ്രസിൻ്റെ അംഗസംഖ്യ 40ആയി ഉയർന്നു. ഗായത്രി ശാന്തേഗൗഡക്ക് നിയമസഭാ കൗൺസിൽ ചെയർമാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ കർണാടക ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നമുക്കറിയാം, DK ശിവകുമാർ മുഖ്യമന്ത്രിയായതിനു ശേഷം കർണാടകത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും, പ്രത്യേകിച്ച് വിദ്യാർത്ഥി, യുവജന, ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെയും, അതിനപ്പുറം കർണാടകയുടെ നട്ടെല്ലായ കാർഷിക മേഖലയിൽ നിന്നുള്ള കൃഷിക്കാരെയും മുഴുവൻ സർക്കാരിൻ്റെ ഭാഗത്തേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായാണ് കർണാടകയിൽ പഴയ പ്രതാപവും പദവിയും തന്നെ കോൺഗ്രസ്സിന് തിരിച്ചു ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാകുന്നു.